എറണാകുളം കണ്ണമാലിയിലും പരിസര പ്രദേശങ്ങളിലുള്ള കടലേറ്റം അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. പാവം അവരുടെ വീടുകളിലേക്ക് കടൽ കയറുകയും വെള്ളം കയറുകയും അവിടെ അവർക്ക് കിടന്നുറങ്ങാൻ പോലും പറ്റാത്ത, അവിടെ നിൽക്കാൻ പറ്റാത്ത, അവിടെ താമസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. വീട്ടിൽ ഫുള്ള് വെള്ളമൊക്കെ കയറി ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ 10-11 ദിവസമായിട്ട് അവർ ഈ സമരത്തിലാണ്. അവിടെ അധികാരികൾ ആരും എത്തിയില്ല, തിരിഞ്ഞു നോക്കിയില്ല, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നില്ല തുടങ്ങി അവർക്ക് ഒത്തിരി വിഷമമുണ്ട് കണ്ണമാലിക്കാർക്ക് പറയാനായി. നമ്മൾ അവിടേക്കാണ് ഇനി പോകുന്നതും. കടലേറ്റം ഇപ്പോഴും ഈ കണ്ണമാലിയിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ രൂക്ഷമായി തന്നെ തുടരുന്നുണ്ട്. പ്രശ്നപരിഹാരത്തിന് അടിയന്തര നടപടി ആവശ്യപ്പെട്ട് സമരം ഇനിയും ശക്തമാക്കുകയാണ് ആലപ്പുഴ കൊച്ചി രൂപതകൾ. തോപ്പുംപടി BOT ജംഗ്ഷനിൽ ഇന്ന് വൈദികർ ഉപവസിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായൊരു കടൽഭിത്തി യാഥാർത്ഥ്യമാക്കുന്നതുവരെ സമരം തുടരും എന്ന് തന്നെയാണ് പ്രദേശവാസികളുടെ നിലപാട്. സഹിൻ ആന്റണി പറഞ്ഞു തരും എന്താണ് നിലവിലത്തെ സാഹചര്യമെന്ന്. സഹിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. തീരദേശ മേഖല ആകെ ദുരിതത്തിലാണ്. പ്രത്യേകിച്ച് കണ്ണമാലിക്കാരുടെ തീരാ ദുരിതമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. അധികാരികൾ ആരും എത്തുന്നില്ല, തങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കുന്നില്ല, നമുക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല തുടങ്ങി നിറകണ്ണുകളോടെയാണ് ഓരോരുത്തരും നമുക്ക് മുന്നിൽ സംസാരിക്കുന്നത്. ഇന്ന് എന്താണ് അവിടുത്തെ സാഹചര്യം? എന്തെങ്കിലും തരത്തിലൊരു ആശ്വാസം അവരെ തേടി എത്തുന്നുണ്ടോ? പറയാം സഹിൻ. സേതു, എറണാകുളം ജില്ലയിൽ പ്രത്യേകിച്ചും തീരമേഖലകളിൽ കണ്ണമാലിയും നായരമ്പലവുമായിരുന്നു കടൽക്കയറ്റം രൂക്ഷമായി ഉണ്ടായിരുന്നത്. ഇതിൽ തന്നെ കണ്ണമാലിയിൽ വ്യാപകമായ രീതിയിൽ കടൽ കയറിയിരുന്നു. 11 ദിവസമാണ് തുടർച്ചയായി കടൽ കയറിയത്. ഒട്ടുമിക്ക വീടുകളും കേടുപാട് സംഭവിച്ചു. 600ഓളം വീടുകളിലാണ് കടൽ കയറിയത്. ഇതിൽ തന്നെ 20 വീടുകൾ പൂർണ്ണമായും തകർന്നു. അങ്ങനെ ജീവിക്കാൻ ഗതിയില്ലാത്ത ഒരു നിലയിലേക്ക് കണ്ണമാലിക്കാർ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അവർ പറയുന്നത് പുത്തൻതോട് മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള 7.5 കിലോമീറ്ററിലധികം ഉള്ള സ്ഥലം അവിടെ ടെട്രാപോഡ് സ്ഥാപിക്കണം എന്നുള്ളതാണ്. മറ്റൊന്ന് അവരുടെ ആവശ്യം, പൂർണ്ണമായും നഷ്ടപരിഹാരം ഈ ജനങ്ങൾക്ക് നൽകണം എന്ന് അവർ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കൂടാതെ അവർക്ക് ഇതുവരെ നൽകിയിട്ടുള്ള വാക്കുകൾ പാലിക്കണം. അത് സർക്കാരും കേന്ദ്ര സർക്കാരും എല്ലാം ഇത്തരം വാക്കുകൾ പാലിക്കണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. എന്തായാലും കണ്ണമാലിക്കാരുടെ ഈ ദുഃഖം അല്ലെങ്കിൽ ഈ പ്രശ്നം ഉൾക്കൊണ്ടുകൊണ്ട് ആലപ്പുഴ ഒപ്പം തന്നെ കൊച്ചി രൂപതകൾ അവിടുത്തെ വൈദികർ ഇന്ന് ഉപവാസ സമരം അനുഷ്ഠിക്കുകയാണ്. രാവിലെ 10 മണി മുതൽ തന്നെ ഉപവാസ സമരം ആരംഭിക്കും. അതും BOT പാലത്തിൽ, കൊച്ചിയിൻ്റെ ഒരു പ്രധാന കവാടം, പശ്ചിമ കൊച്ചിയിൽ നിന്നും എറണാകുളം നഗരത്തിലേക്ക് കടക്കുന്ന ഒരു പ്രധാന കവാടമാണ് BOT പാലം. അവിടെ നിന്നായിരിക്കും ഉപവാസ സമരം ആരംഭിക്കുക. പൊതുജനങ്ങളും ഈ സമരത്തിൽ പങ്കെടുക്കും. കണ്ണമാലിയിലെയും ആലപ്പുഴയിലെയും എല്ലാം വിശ്വാസ സമൂഹവും ഒപ്പം തന്നെ ഈ പറയുന്ന ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളും ഈ സമരത്തിൻ്റെ ഭാഗമാകുകയും ചെയ്യും. എന്തായാലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തങ്ങളില്ല. ഈ വെള്ളം കയറുന്നതിന് ശാശ്വതമായൊരു പരിഹാരം വേണമെന്നുള്ളത് തന്നെയാണ് ജനങ്ങളുടെ ആവശ്യം. അവർ പറയുന്നതിൽ ന്യായവുമുണ്ട്. കാരണം നമ്മൾക്കറിയാം, 11 ദിവസം തുടർച്ചയായി വീട്ടിലേക്ക് വെള്ളം കയറിയിട്ട് ഒന്ന് ബാത്റൂമിൽ പോകാൻ പോലും കഴിയാത്ത നിലയിലായിരുന്നു പല ജനങ്ങളും. ഒപ്പം തന്നെ അവർക്ക് ഭക്ഷണം പാകം ചെയ്യുന്നതിനും മറ്റ് സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. ഈ സ്ഥിതിയിലാണ് അവിടുത്തുകാർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ നിലപാട് കർശനമാക്കിയിരിക്കുന്നതും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തങ്ങളില്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. സേതു. ഓക്കെ സഹിൻ, വ്യക്തമാണ്. അപ്പോൾ കണ്ണമാലിക്കാരുടെ ദുരിതം അത് അവസാനിക്കുന്നില്ല. ഇന്നിപ്പോൾ അവിടെ ഉപവാസം അടക്കം നടക്കുന്നുമുണ്ട് രൂപതകളുടെയൊക്കെ നേതൃത്വത്തിൽ. നമുക്ക് വീണ്ടും സഹിനിലേക്ക് എത്താം, അവിടുത്തെ കാഴ്ചകളിലേക്ക് എത്താം.